ഞാനൊക്കെ ആദ്യകാലത്തെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 25 വർഷമായിട്ട് ക്യാമ്പിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ്. ക്യാമ്പിൽ കഴിയുന്നതും നമ്മളിൽ എഴുതിയതിൽ ഏറ്റവും ശക്തം എന്ന് നമുക്ക് ഉറപ്പുള്ള കവിതകൾ വായിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അവരവർ എഴുതുന്നതിനൊരു തലക്കെട്ട് ഇട്ടിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നൊരു കാര്യം, ജിതേഷിന് അത്യാവശ്യം നല്ല താളബോധം ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, പദ്യത്തിൽ എഴുതാൻ പറ്റുക, ഒരു താളത്തിൽ എഴുതാൻ പറ്റുക, അത്തരത്തിലുള്ള സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ആദ്യത്തെ ക്യാമ്പോ അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ആയിരിക്കാം. കഴിയുന്നതും ക്യാമ്പിൽ വരുമ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന സാധ്യത ഉണ്ട്. ഒന്നുകിൽ മൊബൈൽ ചാർജിലിട്ട് വരിക, എന്നിട്ട് നോക്കി വായിക്കുക. അതല്ലെങ്കിൽ നമ്മൾ എഴുതിയെടുത്തിട്ട് വായിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനൊക്കെ കവിത കേൾക്കുന്ന അത്രയും സമയം മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം പോലെയാണ്. അത്രയും സീരിയസ് ആയിട്ടാണ് കവിത കേൾക്കുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു ക്യാമ്പിൽ നിങ്ങൾ വരുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളും കവിതയിൽ ഇടപെടാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ സീരിയസ് അല്ല എന്നല്ല, തലക്കെട്ടില്ല, പിന്നെ ഇതിലും നല്ല കവിത എഴുതാൻ പറ്റും, ഇതിലും നല്ല കവിത ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ പെട്ടെന്ന് വായിച്ച് തീർക്കുകയാണ് ചെയ്തത്. ഇനിയുള്ളവർ നല്ല കവിത നോക്കി, കൂടുതൽ നല്ല കവിത നോക്കി വായിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 കവിത അടുപ്പിച്ച് ചൊല്ലിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അതിനുശേഷം അടുത്ത സെഷൻ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്നുവെച്ചാൽ ആ സമയം നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ആളാരാണ്? റീന. ഈ കവിത ചൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ ആ കവനം എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇട്ടിരുന്നാൽ ഞങ്ങൾക്കും കൂടെ അതൊന്ന് കാണാൻ കഴിയും. അപ്പോൾ വായിക്കുന്ന കവിത മുൻകൂട്ടി ഒന്ന് ഇട്ടിരുന്നാൽ നന്നായിരിക്കും. കവിത പാവകളെ ഉണക്കാനിട്ട നഗരം. അവരുടെ വീട്ടുമുറ്റത്തെ പൂക്കൾക്കൊക്കെ ഓരോ പേരുണ്ടായിരുന്നു. ജാസ്മിൻ എന്നും നഫീസത്തെന്നും ഉമർ എന്നും റിയാനെന്നും അങ്ങനെ. പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവയൊക്കെ മുട്ടായി മണമുള്ള ഓരോ ഉമ്മകളായി മാറി അവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. ആർക്കറിയാം ആ കുഴലൂത്തുകാർ അവരെയൊക്കെ ഏത് മണ്ണിടരിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ഒന്നറിയാം, പകൽവെട്ടത്തിൽ പന്തെറിഞ്ഞ് കളിച്ച അവരിപ്പോൾ പാതിരകളിൽ ഉടുപ്പെവിടെ, ബാഗെവിടെ, പന്തെവിടെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓരോ മുറിയുടെ വാതിലിൽ തുരുതുരാ മുട്ടുന്നുണ്ട്. തലച്ചോറ് പോലെ ചിതറിപ്പോയ അവരുടെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ വെടിമരുന്നിൻ്റെ ഗന്ധമുള്ള പുകനിറമാർന്ന പക്ഷികൾ ഇപ്പോഴും ചിറകു വിരുത്തി താഴ്ന്നു പറക്കുന്നുണ്ട്. ഒരിക്കൽ അവരവിടെ ഉണ്ടായിരുന്നു എന്നതിന് എന്ത് തെളിവാണുള്ളതെന്ന് പൊടിമണ്ണിൽ പുതഞ്ഞ പിശറൻ കാറ്റ് പകയോട് ചോദിക്കുന്നു. തോക്കിൻ കുഴൽ ധ്യാനിച്ചിരിക്കുന്ന ഒരു പൂമ്പാറ്റയുടെ ചിത്രം ആരാണ് അവരുടെ ദേഹത്ത് ബലമായി ഒട്ടിച്ചു വെച്ചത്? നിശബ്ദത എന്ന് ആരാണ് അവരുടെ രാജ്യത്തിൻ്റെ പേര് മാറ്റിക്കളഞ്ഞത്? എന്നിട്ടും ആകാശത്തെ കിളി കൊത്തിയ മാമ്പഴം മേഘങ്ങൾക്കൊപ്പം സാറ്റ് കളിക്കാൻ വിളിക്കുന്നുണ്ടവരെ. മേഘങ്ങൾക്കൊപ്പം സാറ്റ് കളിച്ചവർ നിലവിളിയുടെ ശബ്ദത്തിൽ തിരികെ വന്ന് ഇങ്ങനെ ചോദിക്കുമായിരിക്കും: കുളിപ്പിച്ച് കണ്ണെഴുതിച്ച് ഉടുപ്പിടിവിച്ച് ഉറക്കിക്കിടത്തിയ ഞങ്ങളുടെ പാവകളെ ആരാണിങ്ങനെ ചിതറിത്തെറിപ്പിച്ച് കളഞ്ഞതെന്ന്. അല്ലെങ്കിലും പൂക്കളുടെ നിലവിളി ഏതു ഭാഷയിൽ വിവർത്തനം ചെയ്താലാണ് ചോര എന്നർത്ഥം കിനിയാത്തത്? താങ്ക് യു.